അസ്സലാമു അലൈക്കും. സൂറത്തു യാസീൻ ഖുർആൻ്റെ ഹൃദയമാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. എല്ലാവരും സൂറത്തു യാസീൻ ഓതുന്നുണ്ടെന്ന് അറിയാം. എന്നിരുന്നാലും അർത്ഥം അറിഞ്ഞ് ഓതുമ്പം കുറച്ചും കൂടി നല്ലതല്ലേ. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഡൽഹിയിലൊരു സ്ഫോടനം ഉണ്ടായില്ലേ. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നതാണ് സൂറത്ത് യാസീനിൽ പറഞ്ഞ കാര്യം. ഇനി ആ കമൻറ്റിൽ ഇങ്ങനായിരുന്നു, അതായത് ഇത് ചെയ്തത് മുസ്ലിം പേരുള്ള വ്യക്തികളാണ്. എത്ര കാലത്തോളം മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടോ അത്ര കാലത്തോളം ഇവിടെ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടേ നിൽക്കും. പിന്നെ മുസ്ലിങ്ങൾ ടെററിസ്റ്റാണ്, പിന്നെ മുസ്ലിങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റാണ്. ഒരു 60-70% ഫുള്ള് മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ആ സ്ഫോടനം നടത്തിയത് മുസ്ലിം പേരുള്ള വ്യക്തികളാണെങ്കിലും അവരെ 2 പേരെ കുറ്റപ്പെടുത്താതെ മറിച്ച് എല്ലാ മുസ്ലിങ്ങളെയും കുറ്റപ്പെടുത്താണ്. എന്നിട്ട് അവരെന്തൊക്കെയാണ് പറയുന്നത് അറിയോ? മുസ്ലിങ്ങൾ ഉള്ളിടത്തോളം കാലം ഇന്ത്യ സേഫല്ല, സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടേ നിൽക്കും, മറ്റു മതക്കാരൊക്കെ ഇവിടെ സേഫേ അല്ല എന്നൊക്കെ. ഇനി ഇവരൊക്കെ കുറിച്ചിട്ട് സൂറത്ത് യാസീനിൽ അള്ളാഹു എന്താ പറഞ്ഞതെന്നല്ലേ. അള്ളാഹു പറയുന്നുണ്ട്, പലരുടെ ഹൃദയങ്ങൾ അടങ്ങിയിരിക്കുന്നു, ഒരു സത്യം കേട്ടാലും അതിൽ വിശ്വസിക്കില്ല. അവരുടെ മനസ്സിൽ മതിലുകൾ കെട്ടിയതുപോലെയാണ്. അവർ മുന്നറിയിപ്പ് എത്ര കേട്ടാലും മറുപടി കൊടുക്കൂല, കാരണം അവരുടെ മനസ്സ് സത്യം സ്വീകരിക്കാൻ തയ്യാറല്ല. ലോകത്ത് ഇപ്പം എത്രയോ അടയാളങ്ങൾ വന്ന്, അതായത് ഖുർആനിൽ ബന്ധപ്പെട്ടിട്ടുള്ള കുറേ അടയാളങ്ങൾ സയൻറ്റിസ്റ്റുകൾ ഇപ്പം തെളിയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ചന്ദ്രന് 2 കഷ്ണാക്കിയിട്ട് വീണ്ടും ഒരുമിച്ചിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ സയൻറ്റിസ്റ്റ് നിരത്തി വെക്കുന്നുണ്ട് നാസയിൽ. പക്ഷേ ഇത് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അല്ല ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യമാണല്ലോ, ഇത് ചന്ദ്രനെ മുറിച്ചിട്ട് വീണ്ടും ഒരുമിപ്പിക്കൽ. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴാണ് സയൻറ്റിസ്റ്റ് തെളിയിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഓൾറെഡി നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെയാണ് സയൻറ്റിസ്റ്റുകൾ തെളിയിക്കുന്നത്. അവർ പറയുന്നുണ്ട് ഓൾറെഡി ഖുർആനിൽ ഈ കാര്യം പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇത്രയൊക്കെ സത്യങ്ങൾ നമ്മളെ മുമ്പിൽ ഉണ്ടായിട്ടും കുറേ ആൾക്കാർ ഇപ്പോഴും ഇസ്ലാം മതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ മറ്റൊരു കൂട്ടങ്ങളാവട്ടെ കുറേ ആൾക്കാർ ഇസ്ലാം മതം സ്വീകരിച്ച് വരുന്നുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഇനി സൂറത്തു യാസീൻ്റെ അർത്ഥത്തിലോട്ട് വരാം. സൂറത്തു യാസീനെ ഞാൻ 3 ഭാഗമായിട്ട് അർത്ഥങ്ങൾ പറഞ്ഞുതരാം. അതാകുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അതിലൊരു ഭാഗം ഖുർആൻ്റെ സന്ദേശവും മനുഷ്യരുടെ അവസ്ഥയും, പിന്നെ ഭാഗം 2 ദൂതന്മാരുടെ ഒരു കഥയും പിന്നെ അതിലെ ചെറിയ പാഠങ്ങളും, പിന്നെ ഭാഗം 3 പുനർജീവനം, അതായത് ആഖിറത്ത് ജീവിതം, അതേപോലെ അവിടുത്തെ ന്യായവിധിയും അതേപോലെ അന്ത്യം, ആ കാര്യങ്ങളൊക്കെ. അപ്പം ഭാഗം 1 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്തു യാസീനിൽ പറയുന്നുണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂതന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ജനങ്ങൾക്ക് നേർവഴി കാണിക്കുന്നു. ഖുർആൻ അയച്ചത് മനുഷ്യർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ശരിയായ വഴി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇനി ഖുർആൻ അനുസരിക്കാത്തവരെ കുറിച്ച് പറയാൻ കേട്ടോ. എന്നാൽ പലരുടെ ഹൃദയങ്ങൾ അടഞ്ഞിരിക്കുന്നു, ഒരു സത്യം കേട്ട് കഴിഞ്ഞാലും വിശ്വസിക്കാറില്ല. അവരുടെ മനസ്സിൽ മതിലുകൾ കെട്ടിയതുപോലെയാണ്. അവർ മുന്നറിയിപ്പ് കേട്ടാലും മറുപടി കൊടുക്കുന്നില്ല, കാരണം അവരുടെ മനസ്സ് സത്യം സ്വീകരിക്കാൻ തയ്യാറല്ല. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്കും അള്ളാഹുവിനെ കാണാതെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഈ ഖുർആൻ ഒരു ഓർമ്മപ്പെടുത്തലും അതുപോലെ പ്രകാശവുമാണ്. അള്ളാഹു അവരുടെ നല്ല പ്രവൃത്തികളെല്ലാം രേഖപ്പെടുത്തുകയും മരിച്ചവരെ പോലെ വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങ് ആഖിറത്തിൽ. ഇതാണ് 1-ാം ഭാഗത്തിൽ പറയുന്നത്. ഇനി 2-ാം ഭാഗത്തിലോട്ട് വരാം. ഇതിൽ പറയുന്നത് ദൂതന്മാരുടെ കഥയും അതേപോലെ പാഠങ്ങളുമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പത്തെ ജനതകളിലേക്കൊക്കെ ദൂതന്മാരെ അയച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു പട്ടണത്തിലേക്ക് 2 ദൂതന്മാരെ അയക്കുകയാണ്, ആ ജനതകളെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടും അള്ളാഹുവിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ 3-മതും ഒരു ദൂതനെ അങ്ങോട്ട് അയക്കുകയാണ്. അപ്പം ഇവർ അള്ളാഹുവിൻ്റെ നല്ല വഴിയിലേക്ക് വിളിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾ പറയുന്നത്, നിങ്ങൾ ഞങ്ങൾക്ക് ദോഷം വരുത്തുന്നവരാണ്, നിങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലുന്നാണ് പറയുന്നത്. അപ്പോൾ ദൂതന്മാർ പറയാണ്, നിങ്ങൾ കാണിക്കുന്നതാണ് ദുഷ്ടത, ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് വന്നത്. അപ്പോഴുണ്ടല്ലോ ആ പട്ടണത്തിൻ്റെ അറ്റത്ത് നിന്ന് ഒരു വിശ്വാസി ഓടി വന്നുകൊണ്ട് പറയാണ്, എൻ്റെ ജനങ്ങളെ, ഈ ദൂതന്മാരെ വിശ്വസിക്ക്, ഇവർ നിങ്ങളെ നന്മയിലേക്കാണ് വിളിക്കുന്നത്, നിങ്ങളിൽ നിന്ന് ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ ആ വിശ്വാസിനെ അവിടുത്തെ ജനങ്ങൾ കൊല്ലുകയാണ്. അപ്പോൾ അള്ളാഹു പറയാണ് ആ വിശ്വാസിൻ്റെ അടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിശ്വാസി എന്താ പറയുന്നത് അറിയോ? എൻ്റെ ജനങ്ങൾ എന്നെ ഈ സ്വർഗത്തിലോട്ട് പ്രവേശിപ്പിച്ച കാര്യം അറിയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജനങ്ങൾ എനിക്ക് ക്ഷമയും തന്നേനെ, അതുപോലെ ബഹുമാനവും തന്നേനെ, എന്നെ കൊല്ലില്ലായിരുന്നു.
പക്ഷേ ആ വിശ്വാസീൻ്റെ ജനതത്തെ അള്ളാഹു നശിപ്പിച്ചു. ഒരു സൈന്യത്തിനെ പോലും അയച്ചിട്ടില്ല, മറിച്ച് ഒരു വിളി മാത്രം, എല്ലാം അവസാനിച്ചു. ഇനി അള്ളാഹു പറയാണ്, മനുഷ്യർക്ക് മുമ്പിൽ എത്ര പാഠങ്ങളുണ്ട്, എത്ര അടയാളങ്ങൾ അള്ളാഹു കാണിച്ചു തരുന്നുണ്ട്, പക്ഷേ ആരും തിരിച്ചറിയുന്നില്ലല്ലോ. മരിച്ച ഭൂമിയെ മഴ കൊണ്ട് ജീവിപ്പിക്കുന്നു, അതിൽ നിന്ന് വളരുന്ന ഇങ്ങനത്തെ വിളകൾ, ഫ്രൂട്ട്സ്, കാര്യങ്ങൾ, ഇതൊക്കെ ആൾക്കാർ ഭക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊന്നും നന്ദി അള്ളാഹുവിൻ്റെ അടുത്ത് പറയുന്നില്ലല്ലോ. ഇനി മൂന്നാമത്തെ ഭാഗത്തോട്ട് വരാം. സൂര്യനും ചന്ദ്രനും നിശ്ചിത പാതയിൽ സഞ്ചരിക്കുന്നത്, രാത്രി പകലിനെ മൂടുന്നു, എല്ലാം കൃത്യക്രമത്തിൽ, ഇതെല്ലാം കാണിച്ചിട്ടും മനുഷ്യർ തിരിച്ചറിയുന്നില്ല. ഇവരടുത്ത് അള്ളാഹുവിനെ ഭയപ്പെടാൻ പറയുമ്പോൾ അവരെന്താ പറയുന്നത് അറിയോ? ഞങ്ങളെ പിതാക്കളും ഈ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരടുത്ത് വീണ്ടും പറയാണ്, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ദരിദ്രർക്ക് കൊടുക്കൂ. അപ്പം അവർ വീണ്ടും പരിഹസിച്ച് ചിരിക്കുകയാണ്. അള്ളാഹു വിചാരിച്ചാൽ ഈ ദരിദ്രർക്ക് പൈസ കൊടുത്തൂടെ? ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ നാട്ടുകാർ അഹങ്കാരത്തോടെ ചിരിക്കുകയാണ് കേട്ടോ. ഇനി പറയാണ്, ഒരു ദിവസം ഒരേ ഒരു വിളി മതി, അതാണ് ആഖിറത്തിൻ്റെ ദിവസം. അപ്രതീക്ഷിതമായി എല്ലാവരും എഴുന്നേൽക്കും, ചുറ്റും നോക്കും, എന്നിട്ട് അവർ പറയും, ഞങ്ങൾ ആരാണ് എഴുന്നേൽപ്പിച്ചത് എന്ന്. അപ്പം മറുപടി വരും, ഇതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം, ദൂതന്മാർ സത്യമായിരുന്നു. അന്ന് എല്ലാവരും ന്യായവിധിക്കായിട്ട് അങ്ങോട്ട് ഒരുമിച്ച് നിൽക്കും. വിശ്വാസികളടുത്ത് അള്ളാഹു പറയും, ഇന്ന് നിങ്ങൾക്ക് സമാധാനമുണ്ട്, കാരണം നിങ്ങൾ സ്വർഗത്തിലെ ഒരു അവകാശിയാണ്. അവർക്ക് ആ സ്വർഗത്തിലെ എല്ലാ കാര്യങ്ങളും ഭക്ഷിക്കാം, അവിടെ ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാ കാര്യങ്ങളും ലഭിക്കും. ഇനി അള്ളാഹു പാപികളടുത്ത് പറയാണ്, നിങ്ങളോട് ശൈത്താനെ പിന്തുടരരുത് എന്ന് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അവനെ പിന്തുടർന്നു, ഇനി നരകം തന്നെയാണ് നിങ്ങളുടെ പ്രതിഫലം. അന്ന് അവരുടെ വായ അടയ്ക്കും, കൈകളും കാലുകളും അവരുടെ പാപങ്ങൾക്ക് സാക്ഷ്യം പറയും. ഇനി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാണ്, ഞങ്ങൾ നിന്നെ കവിയാക്കിയതല്ല, ഈ ഖുർആൻ ഓർമ്മപ്പെടുത്തലാണ്. ആളുകൾ മൃഗങ്ങളെ ഉപയോഗിക്കുന്നു, അതുപയോഗിച്ച് യാത്ര ചെയ്യുന്നു, പാലുകൾ കുടിക്കുന്നു. പക്ഷേ ആരാണ് ഈ മൃഗങ്ങളെ സൃഷ്ടിച്ചത് എന്നവർ മറക്കുന്നു. മനുഷ്യരുടെ തുടക്കം അവരെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഈ കാര്യങ്ങളൊക്കെ മനുഷ്യർ മറന്നു പോവാണ്. എന്നാൽ ഇപ്പോൾ അവർ ചോദിക്കുന്നു, മരിച്ചു പോയാൽ നമ്മെ ആരാണ് ജീവിപ്പിക്കുക എന്ന്. അപ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങളെ ആദ്യമായിട്ട് ആരാണോ സൃഷ്ടിച്ചത്, ആ ഞാൻ തന്നെയാവും നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുക. തീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരക്കൊമ്പുകൾ പോലെയും നിശ്ചലത്തിൽ നിന്നും ജീവൻ നൽകുന്നവനുമാണ് അള്ളാഹു. അവൻ്റെ ശക്തിക്ക് അതിരില്ല. അള്ളാഹു പറയാണ്, ഉണ്ടാകൂ എന്ന് മാത്രം, പിന്നെ ആ സാധനം ഉണ്ടാകും. അവൻ സകലത്തിനും മേലാധികാരിയുമാണ്, അതുപോലെ എല്ലാത്തിൻ്റെയും അടിത്തറയുമാണ്. ഇതാണ് സൂറത്ത് യാസീനിൽ പറയുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഏത് സമയത്തും മുസ്ലിങ്ങൾക്കെതിരെ അക്രമവും അടിച്ചമർത്തലും കാര്യങ്ങളൊക്കെ നേരിട്ട് കൊണ്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഫലസ്തീനിൽ, സുഡാനിലുള്ള ആൾക്കാരൊക്കെ ആക്രമണം നേരിട്ട് കൊണ്ട് നിൽക്കുകയാണ്. അപ്പം സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സഹായിക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെന്തായാലും അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. കാരണം നമ്മൾ 5 വഖത്ത് നിസ്കരിക്കുന്ന ആൾക്കാരാണ്. നിസ്കരിച്ച് കഴിഞ്ഞിട്ടുള്ള ദുആ ഒക്കെ പടച്ചോൻ എന്തായാലും സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പം ഒരു ദിവസം നമ്മൾ അറ്റ്ലീസ്റ്റ് 5 പ്രാവശ്യം അവർക്ക് വേണ്ടി ദുആ ആക്കുന്നുണ്ട്. അള്ളാഹു എന്തായാലും സ്വീകരിക്കാണ്ട് നിൽക്കില്ല. പിന്നെ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകം വെറും താൽക്കാലികം മാത്രമാണ്. ഇതിന് ശേഷമുള്ള ആഖിറത്ത് ജീവിതം, അതായത് സ്വർഗ്ഗ ജീവിതമാണ് നമ്മളെ ലക്ഷ്യം. അപ്പം നിങ്ങളെ ഈ ലോകത്ത് അള്ളാഹു എത്രത്തോളം കഷ്ടപ്പെടുത്തുന്നുണ്ടോ അത്രത്തോളം നല്ല കാര്യങ്ങൾ ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ പടച്ചോൻ നിങ്ങൾക്ക് തരും. അപ്പം എല്ലാ വേദനകളും അതുപോലെ എല്ലാ കഷ്ടപ്പാടുകളും നമ്മൾ പോസിറ്റീവിലെടുക്കുക. പടച്ചോനെ നമുക്ക് പരീക്ഷിക്കുകയാണ് നല്ല രീതിയിൽ. അപ്പം നമുക്ക് എല്ലാവർക്കും സ്വർഗത്ത് വെച്ചിട്ട് പരസ്പരം കാണാൻ പറ്റട്ടെ. അസ്സലാമു അലൈക്കും.